ഗൈസ് അങ്ങനെ വിജയുടെ ജനനായകൻ എന്ന മൂവിയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. വിജയുടെ ലാസ്റ്റ് മൂവിയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുന്നത് സത്യം. അത് മാത്രമല്ല അതിനേക്കാളും വലിയ കോമഡി എന്താണെന്നറിയോ, ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നു വാവ് അടിപൊളി കിടിലം സൂപ്പർ എന്നൊക്കെ. എന്ത് കണ്ടിട്ട് എന്ത് കുരു കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സെയിം തന്നെ കണ്ടിട്ടാണ് 100% ഉറപ്പാണ് ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ ഈ ഫാൻസിനെ കയ്യിലെടുക്കുക സുഖിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു പൊക്കി പറയണമെന്നുള്ള ഒരു സംശയവും ഇല്ല. അത് ഇത്രയും തലച്ചോറുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഷാസാൻ പറയണ് ഇതൊരു പക്ക ഫാൻ ബേസ്ഡ് മൂവി ആയിരിക്കും വിജയുടെ. ബാക്കിയുള്ള മൂവീസൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടായിരുന്നു ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്ത് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള മൂവീസൊക്കെ? എല്ലാം സെയിം അത് തന്നെയാണ്. ആ പാറ്റേൺ തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. ഫാൻ ബേസ് അടി ഇടി വെടി പുക, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് പോലീസ് അല്ലെങ്കിൽ സ്പൈ, അതല്ലെങ്കിൽ രക്ഷകൻ. ഇതന്നെ ഈ പാറ്റേൺ തന്നെയാണ് കുറേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ ഒരു ലെവലിൽ തുടരുകയെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ മൂവി തുടരാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതന്നെ എത്ര വെച്ചിട്ട് കാണാം. പഴയ മൂവി ഇട്ട് കണ്ടാൽ മതി. പിന്നെ എന്തിനാ അത് പുതിയത് ഇറക്കുന്നത്? ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ പോരെ? പഴയ മൂവിയൊക്കെ എടുത്തിട്ട് വീണ്ടും കാണാം. അല്ലെങ്കിൽ ഒന്ന് റീ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കാം. ഫാൻസരൊക്കെ അത് മതി. ഫാൻസരൊക്കെ അല്ലെങ്കിൽ രണ്ടടി ആ രണ്ട് മൂവി ഫൈറ്റ് ആയി എടുത്ത് മാറ്റി ഒരു പഴയ മൂവിന്ന് എന്നിട്ട് കുറച്ച് ഒരു കാറൊക്കെ രണ്ട് പ്രാവശ്യം പറയാം, അല്ലെങ്കിൽ ഒന്ന് ചെതറി, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മേടിച്ചിരിക്കുക, ട്രെയിനൊക്കെ കൈ പിടിച്ച് പൊക്കി ഇങ്ങനെ പോവുക, ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ രണ്ട് ഫ്ലൈറ്റുമ്പോൾ തൂങ്ങി പോവുക, അങ്ങനെ കിട്ടാൽ മതി. ഈ പഴയ മൂവീസ് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അത് മതി ഫാൻസിന്. സ്വാഗല്ലേ, സൂപ്പറല്ലേ? ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞിൻ്റെ ബ്രോ, നിങ്ങൾക്ക് മാറേണ്ട ടൈമായി. എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി കാണാൻ തന്നെ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുമാതിരി വെറുപ്പിക്കുന്ന ഒരു പോലുണ്ട്. സെയിം എത്ര തവണ വെച്ചിട്ട് ഈ സെയിം പാറ്റേൺ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ മനുഷ്യന് മടുപ്പ് എന്ന് പറയുന്ന സംഭവമില്ലേ? ഇതൊരു മാറ്റമൊക്കെ വേണ്ട. ഒരു അവസാനത്തെ മൂവായിട്ടെങ്കിലും ഒരു വെറൈറ്റി, ഒരു നല്ലൊരു കൺസെപ്റ്റിൽ നല്ലൊരു അടിപൊളിയിൽ വരും എന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ ഈ ഫാൻ ബേസ് തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണാൻ വേണ്ടി കുറേ ഫാൻസ് ഉണ്ട്, അതാണ് വാസ്തവം. കുറേ പഴമൊഴികളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ഇതേ പറ്റത്തുള്ളൂ. അടി ഇടി ഇങ്ങനെ പറക്കുന്നത് കാണാം, ഹാ ഹാ ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടായില്ലൊരു വശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പേഴ്സണലി എനിക്ക് വിജയുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എനിക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂവി ഒരു ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ, ടു ബി ഫ്രാങ്ക്, തീരെ എനിക്ക് കാണാൻ പോലും തീരെ ഇഷ്ടമില്ലാത്ത മൂവീസ് വിജയുടേത്. കാരണം എന്താണെന്നറിയോ, വിജയുടെ പ്രശ്നം മാത്രമല്ല, സെയിം പാറ്റേൺ, സെയിം പോലീസ്. എങ്ങനെ പോയാലും ലാസ്റ്റ് പോലീസാണ്. ഇതിലെങ്കിലും ആ ഒരു പാറ്റേണെങ്കിലും മാറ്റം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. കാരണം എങ്ങനെ പോയാലും അവസാനം പോലീസ്, രക്ഷകൻ, അത് പിന്നെ മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള എന്ത് പരിപാടിയും മിനിമം ഒരു രക്ഷകനെങ്കിലും ആവണം, അത് മസ്റ്റാണ്. പോലീസ് എന്നുള്ളത് ഇതിലെങ്കിലും ഒരു മാറ്റം വരുന്നു. ഇപ്പൊ ട്രെയിലർ കണ്ടിട്ട് പോലീസ് ആവാനുള്ള അല്ലെങ്കിൽ സ്പൈ ആ ഒരു സെറ്റപ്പ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതിൻ്റെ ഒരു സാധ്യത വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വില്ലന് മാറും. പിന്നെ ഫൈറ്റ് കാര്യങ്ങൾ ഇടിക്കുമ്പോൾ പറക്കുന്ന ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കാറ് പറക്കുന്നിടത്ത് 2 കാറ് പറക്കും. വില്ലൻ ചേഞ്ച് ആവും, ലൊക്കേഷൻസ് മാറും. ഇതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെയിം തന്നെ. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വെറുതെ പൈസ കളയുന്ന ഒരു ടൈം കൊണ്ട് മുന്നത്തെ മൂവീസ് തന്നെ എടുത്തൊന്ന് റീ എഡിറ്റ് ചെയ്ത് ഇറക്കിയാൽ പോരെ, പുതിയ മൂവി എന്ന് പറഞ്ഞിട്ട്. ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു പുതിയ മൂവി എടുത്ത് ഇത്രയും വലിയ ബഡ്ജറ്റിലൊക്കെ എടുത്ത് കാശ് കളയുന്നതിനേക്കാളും നല്ലത് പഴയ മൂവീസ് എടുത്ത് റീ എഡിറ്റ് ചെയ്യുക. അത് ചില ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊണ്ട് മാറ്റിയാൽ മതി. കാരണം ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ പൈസ എടുത്തിട്ട് വെറുതെ കളയുന്നത്? പഴയ കുറച്ച് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒഴിച്ച് എനിക്ക് കണ്ട് സെയിം പാറ്റേണാന്ന് കണ്ട് ഞാൻ നിർത്തിയതാണ് ഈ വിജയുടെ മൂവി. ആസ് എൻ ആക്ടർ എന്ന രീതിയിൽ ആ മൂവീസിനൊക്കെ ഇത്ര റീച്ച് കിട്ടുന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഫാൻസ് ആയിരിക്കാം ഒരു പക്ഷേ. ആസ് എ പേഴ്സണൽ വിജയ്സ് പേഴ്സണൽ ലൈഫും അങ്ങനെ ആ ഒരു പേഴ്സണാലിറ്റി, അങ്ങയുടെ ഒരു ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഫാൻസ് ബേസിലായിരിക്കാം ഇത്രയും റീച്ച് കിട്ടുന്നത്. അല്ലാണ്ട് മൂവി കണ്ട് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള മൂവീസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്, പേഴ്സണൽ ലൈഫിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലൊക്കെ വെച്ചിട്ടാണ് ഇത്രയും റീച്ച് ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കും, ഞാൻ അത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പഴയ മൂവീസ് നോക്കിയെടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എനിക്കിത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
പക്ഷെ അത് അസ്ഥാനത്താക്കി കൊണ്ടാണ് സെയിം തന്നെ തട്ടിക്കൊണ്ടുപോവുക, പിന്നെ രക്ഷിക്കുക, എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കുറച്ച് ഫൈറ്റ് സീൻസ്, പിന്നെ അത്യാവശ്യം നല്ല റീച്ചിലെ വലിയ വലിയ വില്ലൻസ് വരും, അത്രയും ഹൈപ്പായിട്ടുള്ള വില്ലൻസ് വരും, അല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല. കാശിട്ട് ഇങ്ങനെ എറിയും, താമധൂമാക്കുക, അല്ലാണ്ട് വേറെ ഒരു സ്റ്റോറി വൈസ് ഒരു എന്താ പറയുക മറ്റുള്ള മൂവീനേക്കാളും ഒരു ഡിഫറൻസ്, ഒരു ഫ്രഷ് തീമായിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ഒരു കണ്ടൻ്റായിട്ട് ആ ഒരു വഴിക്കുള്ള ശ്രമങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സെലക്ട് ചെയ്യാത്തതാണോ ഈ സെയിം പാറ്റേൺ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ വേറൊരു മാറ്റം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഗേസ്. ഇനി മൂവിയിൽ ഒരു 5%, 100-ൽ ഒരു 5% ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അറ്റ്ലീസ്റ്റ് ക്ലൈമാക്സിലെങ്കിലും ഒന്ന് കൊണ്ടുപാടൂ, അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് വരട്ടെ പ്ലീസ്. അതെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുമെന്ന് ആഗ്രഹിക്കുന്നു. അവസ്ഥ കണ്ട് പറഞ്ഞു വരാൻ വേറൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാണുന്നവർ പോയി കാണാത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം എനിക്ക് എന്തെങ്കിലും ഒരു റിവ്യൂവിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പോയി കാണാൻ എന്നില്ലാണ്ട് ഞാൻ പണ്ടേ ഉപയോഗിച്ചിട്ടാണ് ഈ വിജയുടെ പടങ്ങളും അതേപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ കുറച്ച് പടങ്ങളുണ്ട്. വെറൈറ്റീസ് ആയിട്ട് ഷാറുഖ് ഖാൻ വരാറുണ്ട്, അത് ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ വിജയുടെ പഴയ പടങ്ങളിൽ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഇതേപോലുള്ള പടങ്ങളുണ്ട്, കാണാനേ തോന്നുന്നില്ല. ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വഴിക്കേ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം കാര്യമില്ല, സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ കണ്ട് പടം കണ്ട അഭിപ്രായം പറയുക. ഞാൻ 100% പറയുന്നത് സെയിം പാറ്റേണിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കുറച്ച് ഫൈറ്റ് സീക്വൻസ് എന്നല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ കൂടുതലായി എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്രാഫിക്സും കുറച്ച് കാശറിയുന്ന കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ, അതന്നെ. പിന്നെ വില്ലനും കാര്യങ്ങളൊക്കെ മാറും, ദാറ്റ്സ് ഇറ്റ്. ബോബി ഡിയോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് ഇപ്പോൾ പുതിയ സിനിമ, അത്രേ ഉള്ളൂ, നത്തിങ് എൽസ്. ഓക്കെ.